ഹലോ, നമ്മൾ ഇന്ന് ഈ പിക്ചറാണ് ഇന്ന് പെയിൻറ്റ് ചെയ്യാൻ പോകുന്നത്. ആദ്യം നമ്മൾ ഈ ചിത്രത്തിൻ്റെ ഔട്ട്ലൈൻ ആദ്യം വരച്ചെടുക്കുക. ഒരു റിവർ സൺസെറ്റാണ് നമ്മളിന്ന് വരയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിനുവേണ്ടി നമ്മൾ വൈറ്റിലേക്ക് കുറച്ച് ബ്ലൂ ആഡ് ചെയ്തിട്ട് സ്കൈ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ സ്കൈയിലേക്ക് കുറച്ച് ഗോൾഡൻ യെല്ലോ കളർ ആഡ് ചെയ്തിട്ട് നമ്മൾ ബ്ലെൻഡ് ചെയ്തെടുക്കുക. അതിൽ കൂടെ കുറച്ച് വൈറ്റും കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മൾ അവിടെ നിന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. അവിടെ സണ്ണിൻ്റെ ലൈറ്റ്, സൺസെറ്റിൻ്റെ ലൈറ്റിൻ്റെ അതാണ് നമ്മൾ പെയിൻറ്റ് ചെയ്യുന്നത്. കുറച്ചൊക്കെ വൈറ്റ് ആഡ് ചെയ്തിട്ട് നമ്മൾ സ്കൈൻ്റെ പല ഭാഗത്തായിട്ട് നമ്മൾ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. പിന്നീട് നമ്മൾ ചെയ്യുന്നത് ദൂരെയുള്ള കാട് വരയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ബ്ലാക്കാണ് യൂസ് ചെയ്യുന്നത്. ഇങ്ങനെ ബ്ലാക്ക് യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ അതിൻ്റെ മേലെ നമ്മൾ പെയിൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഒന്നുകൂടി നമുക്ക് ഡെപ്തായിട്ട് ഫീൽ ചെയ്യും. അതുപോലെ നമ്മൾ രണ്ട് ഭാഗത്തും ബ്ലാക്ക് പെയിൻറ്റ് ചെയ്തെടുക്കുക. ആക്രിലിക് പെയിൻറ്റ് യൂസ് ചെയ്യുമ്പോൾ എല്ലാം ഏത് പെയിൻറ്റ് കൊടുത്താലും അതെല്ലാം ഡ്രൈ ആയതിന് ശേഷം വേണം നമ്മൾ അടുത്ത ലെയർ നമ്മൾ കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നാൽ മാത്രമേ ഉള്ളൂ അതിൻ്റെ ഒരു ഭംഗി നമുക്ക് കിട്ടുകയുള്ളൂ. ഇനിയിപ്പോൾ നമ്മൾ ചെയ്യുന്നത് റിവറാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ വൈറ്റിലേക്ക് കുറച്ച് ബ്ലൂ ആഡ് ചെയ്തിട്ട് വേണം നമ്മൾ പെയിൻറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ചെറിയ ഫ്ലാറ്റ് ബ്രഷാണ് നമ്മൾ ഇതിന് വേണ്ടി യൂസ് ചെയ്യേണ്ടത്. അതാകുമ്പോൾ ഒന്നുകൂടി നമുക്ക് ബ്ലെൻഡ് ചെയ്യാൻ നമുക്ക് ഈസി ആയിരിക്കും. പുഴയിലൊരു തോണിയുള്ള ഒരു പിക്ചറാണ് നമ്മൾ വരയ്ക്കാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ നമ്മൾ ആ തോണിയുടെ ഭാഗം നമ്മൾ ഒഴിച്ചിട്ട് ബാക്കിയുള്ള ഭാഗത്തൊക്കെ നമ്മൾ റിവറിൻ്റെ പെയിൻറ്റ് നമ്മൾ ആഡ് ചെയ്യാം. പിന്നെ നമ്മൾ ഡാർക്കുള്ള ഭാഗത്ത് നമ്മൾ ഒന്നുകൂടി ബ്ലൂ ആഡ് ചെയ്തിട്ട് നമ്മൾ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ആ ബ്ലാക്ക് പെയിൻറ്റ് ചെയ്തത് ഇപ്പോൾ ഡ്രൈ ആയിട്ടുണ്ട്. ഇനി നമ്മൾ അതിലേക്ക് സാപ്പ് ഗ്രീൻ, ഡാർക്ക് ഗ്രീൻ ഉപയോഗിച്ചിട്ട് അതിലേക്ക് കുറച്ച് ബ്ലാക്ക് കൂടി ആഡ് ചെയ്താൽ മതി. അത് ഉപയോഗിച്ചിട്ട് നമ്മൾ പെയിൻറ്റ് ചെയ്യുക. നെക്സ്റ്റ് നമ്മൾ സൺസെറ്റിൻ്റെ ലൈറ്റ് റിഫ്ലക്ഷൻ നമ്മൾ പെയിൻറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഗോൾഡൻ യെല്ലോ കളറാണ് നമ്മൾ അക്രിലിക്കിൻ്റെ ഗോൾഡൻ യെല്ലോ കളർ നമ്മൾ എടുത്തിട്ടുള്ളത്. പിന്നെ അതിലേക്ക് കുറച്ച് വൈറ്റ് ആഡ് ചെയ്തിട്ട് നമ്മൾ സണ്ണിൻ്റെ ഒരു പെയിൻറ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഏത് പെയിൻറ്റ് ചെയ്യുകയാണെങ്കിലും അതെല്ലാം ഡ്രൈ ആയതിനു ശേഷം വേണം നമ്മൾ അതിൻ്റെ മേലെ ലെയർ ചെയ്യാൻ വേണ്ടിയിട്ട്, നെക്സ്റ്റ് പെയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ പെയിൻറ്റിങ്സ് എല്ലാം പഠിക്കാൻ ആഗ്രഹമുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്ര ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞു തരുന്നത്. എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഈ വീഡിയോ കംപ്ലീറ്റ് കാണുക. നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നത് ഈ തോണി പെയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ബ്ലാക്കും ബേൺസിയനുമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അത് ഉപയോഗിച്ചിട്ട് നമ്മൾ ഈ പെയിൻറ്റിങ് ചെയ്ത് തുടങ്ങുക. ആക്രിലിക് പെയിൻറ്റിങ്ങിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന കളറാണ് ബേൺസിയൻ. ഈ തോണിയുടെ ഡാർക്ക് സൈഡ്, റിവറിൽ ഡാർക്ക് സൈഡുള്ള ഭാഗത്ത് നമ്മൾ ബ്ലാക്ക് ആഡ് ചെയ്തിട്ട് പെയിൻറ്റ് ചെയ്ത് കൊടുത്ത്, പിന്നെ അതിൻ്റെ ഉൾഭാഗത്ത് ബേൺസിയനെയാണ് നമ്മൾ പെയിൻറ്റ് ചെയ്തത്. ഇങ്ങനെ നമ്മൾ അതിലേക്ക് ബേൺസിനെയും ഡാർക്കും ചേർത്തിട്ട് അതിൻ്റെ ഉൾഭാഗം പെയിൻറ്റ് ചെയ്തെടുക്കുക.
ഇങ്ങനെ ഡാർക്കുള്ള ഭാഗത്ത് നമ്മൾ ഒന്നുകൂടി ഡാർക്കായിട്ടും ലൈറ്റുള്ള ഭാഗത്ത് നമ്മളൊന്നുകൂടി വൈറ്റ് കൂടി ആഡ് ചെയ്തിട്ട് അങ്ങനെ നമുക്ക് പെയിൻറ്റ് ചെയ്തെടുക്കുക. നമുക്ക് എത്രത്തോളം ഈ തോണി മനോഹരമാക്കാൻ പറ്റുന്നുണ്ടോ അത്രത്തോളം നമ്മൾ ശ്രമിക്കുക. പിന്നെ അതിലേക്ക് കുറച്ചുകൂടി വൈറ്റ് ആഡ് ചെയ്തിട്ട് നമ്മുടെ ഐഡിയക്കനുസരിച്ച് നമ്മളത് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുക. ബ്ലാക്കും ബേൺസിയനെയും ഉപയോഗിച്ചിട്ടാണ് നമ്മളത് ഫില്ല് ചെയ്യുന്നത്. അതിലേക്ക് കുറച്ച് വൈറ്റ് ആഡ് ചെയ്തിട്ട് അങ്ങനെ നമുക്ക് നമ്മുടെ ഐഡിയക്കനുസരിച്ച് ചെയ്ത് തീർക്കുക. പിന്നെ നമ്മൾ കുറച്ച് വൈറ്റ് കൂടെ ആഡ് ചെയ്തിട്ട് വൈറ്റും കുറച്ച് ബ്ലാക്ക് ഇത്തിരി ആഡ് ചെയ്തിട്ട് ഒന്ന് നമ്മൾ അതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്ത് കൊടുക്കുക. നമ്മൾ അക്രിലിക് പെയിൻറ്റ് ചെയ്യുമ്പോഴെല്ലാം വളരെ ടൈം എടുത്തിട്ട് സാവധാനത്തിൽ വേണം നമ്മൾ ഈ പെയിൻറ്റ് ചെയ്യാൻ ഇരിക്കേണ്ടത്. പെട്ടെന്ന് നമ്മൾ പെയിൻറ്റ് ചെയ്ത് തീർക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ നമ്മൾ വിചാരിച്ച പോലെയുള്ള ഫിനിഷിങ് നമുക്ക് കിട്ടത്തില്ല. നമ്മൾ നേരത്തെ കൊടുത്തിട്ടുള്ള ആ ഗ്രീൻ കളർ, ഡാർക്ക് ഗ്രീൻ കളർ ഇപ്പോൾ ഡ്രൈ ആയിട്ടുണ്ട്. അതിൻ്റെ മേലെ നമ്മൾ ലെമൺ യെല്ലോയാണ് യൂസ് ചെയ്യുന്നത്. ചെറിയ ഫ്ലാറ്റ് ബ്രഷ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഒന്ന് പെയിൻറ്റ് ചെയ്തെടുക്കുക. വെള്ളത്തിൽ അതിൻ്റെ റിഫ്ലക്ഷൻ കാണിക്കാൻ വേണ്ടിയിട്ടും ബ്ലാക്കും അതും ഒന്ന് മിക്സ് ചെയ്തിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. എവിടെയൊക്കെ നമ്മൾ സൺസെറ്റിൻ്റെ റിഫ്ലക്ഷൻ ഉണ്ടാവോ ആ വെള്ളത്തിൽ ആ ഭാഗത്തും ഗോൾഡൻ യെല്ലോ കളറൊക്കെ ആഡ് ചെയ്തിട്ട് കുറച്ച് ഭംഗിയാക്കി എടുക്കുക. എവിടേക്കാണോ വേണ്ടതുള്ളതനുസരിച്ച് നമ്മൾ ഒന്ന് പെയിൻറ്റ് ചെയ്തെടുക്കുക. കുറച്ച് വൈറ്റ് കൂടെ ആഡ് ചെയ്തിട്ട് എല്ലാം ബ്ലെൻഡ് ചെയ്തെടുക്കുക വേണ്ടത്. ഇങ്ങനെ വൈറ്റ് ആഡ് ചെയ്തിട്ട് നമ്മൾ ചെറുതായിട്ടൊന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇങ്ങനെയുള്ള ചെറിയ പെയിൻറ്റിങ്സ് എല്ലാവരും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. പിന്നെ നമ്മൾ കുറച്ച് ബ്ലാക്ക് എടുത്തിട്ട് നമ്മൾ സാപ്പ് ഗ്രീൻ മിക്സ് ചെയ്തിട്ട് നമ്മൾ തോണിൻ്റെ ഡാർക്ക് ഭാഗത്ത് നമ്മൾ അങ്ങനെ പെയിൻറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. കുറച്ച് വൈറ്റും ആഡ് ചെയ്തിട്ട് ലൈറ്റ് തട്ടാത്ത ഭാഗത്ത് നമ്മൾ കുറച്ചുകൂടി ഡാർക്കായിട്ടാണ് നമ്മൾ പെയിൻറ്റ് ചെയ്യുന്നത്. പിന്നെ കുറച്ച് ബ്ലാക്ക് കൂടി എടുത്തിട്ട് ബ്ലാക്കും ബേൺസിനെ മിക്സ് ചെയ്തിട്ട് എടുത്തിട്ടുള്ളത് നമ്മൾ ആ തോണിൻ്റെ ഭാഗത്ത് ഒന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുക. ഓരോ പെയിൻറ്റ് ചെയ്യുമ്പോൾ ആദ്യത്തെ ലെയർ ഡ്രൈ ആയിട്ടുണ്ടോ എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമുള്ളൂ നമ്മൾ പെയിൻറ്റ് ചെയ്യാനിരിക്കേണ്ടത്. കുറച്ച് ബേൺസിനെ ഉപയോഗിച്ചിട്ട് നമ്മളൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കുക. വളരെ സാവധാനത്തിൽ വേണം നമ്മൾ ഓരോന്ന് പെയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. കുറച്ചുകൂടി ബ്ലൂ ആഡ് ചെയ്തിട്ട് ഡാർക്കുള്ള ഭാഗത്തൊന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ നമ്മൾ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് തോന്നും ഏത് ഭാഗത്താണ് ഇനി പെയിൻറ്റ് ചെയ്യാനുള്ളതെന്ന് നമുക്കൊന്ന് തോന്നുമ്പോൾ ആ ഭാഗത്ത് നമ്മളുടെ ഐഡിയക്കനുസരിച്ച് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. പിന്നെ കുറച്ച് വൈറ്റ് എടുത്തിട്ട് നമ്മൾ അതിൻ്റെ ഒഴുക്കിന് നമ്മളൊരു പെയിൻറ്റ് ചെയ്തെടുക്കുകയാണ്. റിവറിൻ്റെ ഒഴുക്കിനെ തോന്നിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വൈറ്റ് എടുത്തിട്ട് നമ്മൾ പെയിൻറ്റ് ചെയ്തെടുക്കുകയാണ്.
നമ്മൾ തെങ്ങ് വരയ്ക്കാൻ വേണ്ടിയിട്ട് സാപ്പ് ഗ്രീനിലേക്ക് കുറച്ച് ബ്ലാക്ക് ആഡ് ചെയ്തിട്ട് 0 സൈസ് ബ്രഷ് ഉപയോഗിച്ചിട്ട് നമ്മൾ വരച്ചെടുക്കുക. ഇങ്ങനെ നമ്മൾ അതിൻ്റെ തെങ്ങിൻ്റെ ലീവ്സൊക്കെ നമ്മൾ വരച്ചെടുക്കുക. ബ്ലാക്കും സാപ്പ് ഗ്രീനും ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പെയിൻറ്റ് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ വീഡിയോ കുറച്ച് ലെങ്ത്ത് കൂടുതലാണ്. അത് ഇങ്ങനെ ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞു തരുന്നത് കൊണ്ടാണ് ലെങ്തി ആവുന്നത്. ഈ തുടക്കക്കാർക്ക് വേണ്ടിയിട്ട് ഇതെല്ലാം ഉപകാരപ്പെടുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ അതിൻ്റെ മുകളിൽ നമ്മൾ ലെമൺ യെല്ലോ എടുത്തിട്ട് നമ്മൾ തെങ്ങിൻ്റെ ലീവ്സിന് മേലെ ഒന്ന് പെയിൻറ്റ് ചെയ്യുകയാണ്. പിന്നെ വൈറ്റിലേക്ക് കുറച്ച് ഇത്തിരി ബ്ലാക്ക് ആഡ് ചെയ്തിട്ട് ആ തോണിയുടെ ഷെയ്ഡ് ഒന്ന് ലൈൻ ചെയ്തെടുക്കുകയാണ്. ഇതും കൂടെ ഇങ്ങനെ ചെയ്താൽ നമ്മളുടെ പെയിൻറ്റിങ്സ് ഏകദേശം പൂർത്തിയായിട്ടുണ്ട്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഓക്കെ, ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇങ്ങനെ പെയിൻറ്റിങ് വീഡിയോ. പുതിയ വീഡിയോയുമായിട്ട് കാണാം. ബൈ.